ആഗോള വാഹന വ്യവസായ രംഗത്ത് നിർണായകമായേക്കാവുന്ന ഒരു വലിയ നീക്കത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ലോകം. പ്രമുഖ ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് ഇറ്റാലിയൻ ട്രക്ക് നിർമ്മാതാക്കളായ ഐവക്കോയെ $4.5 ബില്യൺ ഏറ്റെടുക്കാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ കരാർ യാഥാർത്ഥ്യമായാൽ ടാറ്റ ഗ്രൂപ്പിന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ വലിയ ഏറ്റെടുക്കലായി ഇത് മാറും. 2007 $12.9 ബില്യൺ സ്റ്റീൽ ഭീമനായ കോറസിനെ ഏറ്റെടുത്തതിനു ശേഷം ടാറ്റ നടത്തുന്ന ഏറ്റവും വലിയ ഇടപാടായിരിക്കും ഇത്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം 2008 $2.3 ബില്യൺ ബ്രിട്ടീഷ് ആഡംബര ബ്രാൻഡുകളായ ജാഗ്വാർ ലാൻഡ് റോവറിനെ ഏറ്റെടുത്തതിനേക്കാൾ വലിയൊരു നീക്കമാണിത്. ഇത് ഐവക്കോയെ ഏറ്റെടുക്കുന്നതിലെ അവരുടെ വലിയ തന്ത്രപരവും സാമ്പത്തികവുമായ താൽപര്യത്തെയാണ് എടുത്തു കാണിക്കുന്നത്. ഏകദേശം $4.9 ബില്യൺ മൂല്യമുള്ള ഐവാക്കോ ട്രക്കുകൾ കൂടാതെ ബസ്സുകളും എഞ്ചിനുകളും നിർമ്മിക്കുന്ന ഇറ്റലിയിലെ ട്യൂറിൻ ആസ്ഥാനമായുള്ള ഒരു പ്രധാന വ്യാവസായിക സ്ഥാപനമാണ്. ഈ ഏറ്റെടുക്കൽ വഴി വാണിജ്യ വാഹന വിഭാഗത്തിൽ ടാറ്റ മോട്ടോഴ്സിന് ഒരു വലിയ മുന്നേറ്റം നടത്താൻ കഴിയും. ഇറ്റലിയിലെ ശക്തമായ അഗ്നേലി കുടുംബത്തിന്റെ നിക്ഷേപ സ്ഥാപനമായ എക്സോർ ആണ് ഐവക്കോയെ വിൽക്കുന്നത്. നിലവിൽ ഐവക്കോയിലെ 27.1% ഓഹരികളും 43.1% വോട്ടിംഗ് അവകാശങ്ങളും എക്സോറിനാണുള്ളത്. ഇത് കമ്പനിയുടെ ഭാവിയെക്കുറിച്ചുള്ള അവരുടെ വലിയ നിയന്ത്രണത്തെ സൂചിപ്പിക്കുന്നു. ടാറ്റ മോട്ടോഴ്സിന്റെയും ട്യൂറിൻ ആസ്ഥാനമായുള്ള ഐവക്കോയിന്റെയും ബോർഡുകൾ ഈ ഇടപാടിന് അംഗീകാരം നൽകുന്നതിനായി ജൂലൈ 30 യോഗം ചേരുമെന്നും അന്ന് തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു. ഏകദേശം 6 ആഴ്ചയോളം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഈ ധാരണയിലെത്തിയത്. ഓഗസ്റ്റ് 1 അവസാനിക്കുന്ന ഒരു എക്സ്ക്ലൂസിവിറ്റി കരാറിന് കീഴിലായിരുന്നു ഇരു പാർട്ടികളും ചർച്ചകൾ നടത്തിയിരുന്നത്. ഐവക്കോ അവരുടെ പ്രതിരോധ ബിസിനസ്സും പ്രധാന പ്രവർത്തനങ്ങളും സംബന്ധിച്ച് 2 വ്യത്യസ്ത ഡീലുകൾക്കായി വിവിധ കക്ഷികളുമായി പുരോഗമിച്ച ചർച്ചകളിലൊന്ന് ജൂലൈ 29 സ്ഥിരീകരിച്ചിരുന്നു. 2025 അവസാനത്തോടെ തങ്ങളുടെ പ്രതിരോധ വിഭാഗം വിൽക്കാനോ അല്ലെങ്കിൽ അതിനെ ഒരു പ്രത്യേക കമ്പനിയാക്കി മാറ്റാനോ ഐവക്കോ നേരത്തെ പദ്ധതി. ഈ നീക്കം വാണിജ്യ വാഹന വിഭാഗത്തിന്റെ ഏറ്റെടുക്കൽ പ്രക്രിയ ലളിതമാക്കുമെന്നും ടാറ്റ മോട്ടോഴ്സിനെ പോലുള്ളവയെ വാങ്ങുന്നവർക്ക് കൂടുതൽ ആകർഷകമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു. ഇത്രയും വലിയ അന്താരാഷ്ട്ര ഏറ്റെടുക്കലിന്റെ സങ്കീർണതകൾക്ക് സാമ്പത്തിക നിയമ ഉപദേശക സ്ഥാപനങ്ങളുടെ പങ്കാളിത്തവും എടുത്തു കാണിക്കുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സിനെ മോർഗൻ സ്റ്റാൻലിയും എക്സോർ, ഐവാക്കോ എന്നിവയെ ഗോൾഡ്മാൻ സാച്ചും ഉപദേശിക്കുന്നു. UK ആസ്ഥാനമായുള്ള ക്ലിഫോർഡ് ചാൻസ് ആണ് നിയമപരമായ ഉപദേശം നൽകുന്നത്. ഇടപാട് സുഗമമാക്കുന്നതിനായി ടാറ്റ മോട്ടോഴ്സ് തങ്ങളുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള നെതർലാൻഡ്സ് ആസ്ഥാനമായുള്ള ഒരു പ്രത്യേക സ്ഥാപനം വഴിയാകും ഈ ഏറ്റെടുക്കൽ നടത്തുകയെന്നും റിപ്പോർട്ടുകളുണ്ട്. വലിയ അന്താരാഷ്ട്ര ഇടപാടുകളിൽ നികുതി, പ്രവർത്തനപരമായ കാര്യക്ഷമത എന്നിവയ്ക്കായി ഇതൊരു സാധാരണ തന്ത്രമാണ്. യൂറോപ്പിലെ വാണിജ്യ വാഹന നിർമ്മാതാക്കളിൽ പ്രമുഖരാണെങ്കിലും വോൾവോ, ടൈംലർ, ട്രാക്ടോൺ തുടങ്ങിയ വലിയ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഐവക്കോ ഏറ്റവും ചെറുതാണ്. ഈ ആപേക്ഷിക വലുപ്പമാണ് ഐവക്കോയെ പലപ്പോഴും ലയനങ്ങളുടെയും ഏറ്റെടുക്കലുകളുടെയും പട്ടികയിൽ ഉൾപ്പെടുത്താൻ കാരണം. എന്നാൽ അതിന്റെ പ്രതിരോധ വിഭാഗം പലപ്പോഴും സാധ്യതയുള്ള കരാറുകളെ സങ്കീർണമാക്കിയിരുന്നു. ഐവക്കോയുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രധാന ഏറ്റെടുക്കലും ഇറ്റലിയുടെ ഗോൾഡൻ പവർ നിയമങ്ങൾക്ക് കീഴിൽ വരാൻ സാധ്യതയുണ്ട്. ദേശീയ താൽപര്യങ്ങൾക്ക് തന്ത്രപരമായി പ്രാധാന്യമുള്ള കമ്പനികളുടെ വിൽപ്പനയിൽ സർക്കാരിന് ഇടപെടാൻ ഈ നിയമങ്ങൾ അധികാരം നൽകുന്നു. ലോകമെമ്പാടുമായി ഏകദേശം 36,000 ജീവനക്കാരും ഇറ്റലിയിൽ മാത്രം 14,000 ജീവനക്കാരുമുള്ള ഐവക്കോയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള ഏതൊരു മാറ്റവും ഇറ്റാലിയൻ സർക്കാരിന് വലിയ സാമ്പത്തികവും രാഷ്ട്രീയവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതിനാൽ ഈ വലിയ കരാർ പൂർത്തിയാക്കുന്നതിൽ റെഗുലാരിറ്റി പരിശോധന ഒരു നിർണായക ഘടകമായിരിക്കും.